നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ 7:00 പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഗ്ലോബൽ വാർത്തകൾ നോക്കുമ്പോൾ US മാർക്കറ്റ് ഇന്നലെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. US ഫെഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ് നാളെ വരാനിരിക്കെ US മാർക്കറ്റ് റെഡിലടച്ചു. NVIDIA എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ചിപ്പ് നിർമ്മാണ കമ്പനി അവരുടെ Q4 റിസൾട്ട് വരുന്നതിന് മുമ്പ് ഇന്നലെ US മാർക്കറ്റിൽ 4% ഇടിവ് രേഖപ്പെടുത്തി. US വിക്സ് 21% സ്പൈക്ക്. ഏഷ്യൻ മാർക്കറ്റൊക്കെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ് വിത്ത് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ്. HDFC ADRൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ് HDFC. ഇന്ത്യൻ സമയം ഏകദേശം ഒരു 9:30 ഒരു 5% റാലി ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് ഏകദേശം ഒരു 1.3% മാത്രം റാലിയിൽ ഒതുങ്ങി പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. അതല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ വലിയൊരു കുതിപ്പിന് കാരണമായേനെ. നമുക്ക് നമ്മുടെ മാർക്കറ്റിലെ ന്യൂസുകളിലേക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് പരിശോധിക്കാം. ഏറ്റവും താഴെ കാണാം US വിക്സ് 21% ഉയർന്ന് 13.85. നാസ്ഡാക്ക് 144 പോയിൻറ്റിൻ്റെ ഇടിവ്. ഡോ 64 പോയിൻറ്റിൻ്റെ ഇടിവ്. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് ഓൾറെഡി തന്നെ 16ആണ്. ബിറ്റ്കോയിൻ 52,178. MOX റഷ്യൻ മാർക്കറ്റ് 1.5% ഇടിവ് രേഖപ്പെടുത്തി. FTSE CSE 40 DAX തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡ് ക്ലോസിംഗ് നടത്തി, ഫ്ലാറ്റായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ, കോസ്പി കൊറിയ, ഷാങ്ഹായ് ചൈന, X200 ഓസ്ട്രേലിയ എല്ലാം തന്നെ റെഡിലാണ് ഉള്ളത്. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $2023 പെർ ഔൺസ് എന്ന നിലയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ GDRൽ റിലയൻസ് ഗ്രീനിലായിരുന്നു. ഡോക്ടർ റെഡ്ഡി, HDFC, ICICI ബാങ്ക് എല്ലാം തന്നെ ഗ്രീനിൽ ട്രേഡിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസും വിപ്രോയും NVIDIA ഇടിഞ്ഞതുകൊണ്ട് അതും ഫോള് രേഖപ്പെടുത്തിയിട്ടുണ്ട്. HDFC ബാങ്ക് കാണാം 1.84% മാത്രം റാലിയിൽ ഒതുങ്ങി 5% റാലി ഉണ്ടായിരുന്നു. ഇനി യുഎസിലെ മേജർ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം. ഏറ്റവും ടോപ്പിൽ NVIDIA കാണാം 4.5% ഇടിവ്. ആമസോൺ റെഡിലടച്ചു. ഗൂഗിള് ഗ്രീനിലായിരുന്നു. ആപ്പിൾ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല. ഇതിൽ ടെസ്ല 3% ഇടിവ്. ഇൻഡൽ 2.5% റാലി. നെറ്റ്ഫ്ലിക്സ് 1.5% ഇടിവ്. പൊതുവെ ഇടിവായിരുന്നു. 2 കമ്പനീസ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് 47,094 സ്പോട്ട് ഉള്ളപ്പോൾ PCR 1 ആയിട്ട് നിൽക്കുന്നുണ്ട്. മേജർ റെസിസ്റ്റൻസ് സോൺ 48,000, കൂടാതെ തന്നെ 47,500. സപ്പോർട്ട് സോൺ 46,500, 46,000 റേഞ്ചുകളാണ് ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ആയിട്ട് നിലകൊള്ളുന്നത്. FISൻ്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ ഇന്നലെ അവർ 59% ഷോർട്ട് പൊസിഷൻ, 41% ലോങ് പൊസിഷനായിട്ട് നിലനിർത്തുന്നുണ്ട്. FISൻ്റെ ക്യാഷ് മാർക്കറ്റിലേക്ക് അവരുടെ ആക്ടിവിറ്റീസ് പരിശോധിക്കുമ്പോൾ ഇന്നലെയും അവർ നെറ്റ് സെല്ലേഴ്സായിരുന്നു. അപ്പോൾ ഈ ഒരാഴ്ചയിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവർ സെല്ലേഴ്സായിരുന്നു. ഇന്നലെ അവർ 1,335 രൂപയുടെ സെല്ല് നടത്തി. DAs 1,491 കോടി രൂപയുടെ ബൈ നടത്തി മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാർക്കറ്റിലെ സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. അപ്സ്റ്റോക്ക് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഓപ്ഷൻ ചെയ്യുന്ന ആളുകൾക്ക് അപ്സ്റ്റോക്കിൽ തന്നെ ഓപ്ഷൻ ചെയിൻ ലഭ്യമാണ്. അപ്പോൾ ആ ഓപ്ഷൻ ചെയിനിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് അവിടെ നിന്ന് നമുക്ക് സെല്ലോ ബൈയോ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്സ്റ്റോക്കിൻ്റെ ഓപ്ഷൻ ചെയിനിൻ്റെ ഒരു ഗുണം. കൂടാതെ തന്നെ ഫാർ OTM ഹെഡ്ജ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് അപ്സ്റ്റോക്കിൽ. അപ്സ്റ്റോക്കിൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. TCS രാജ്യത്തിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ് TCS. TCSൻ്റെ CEO K കൃതിവാസൻ കഴിഞ്ഞ ദിവസം CNBC TV ആയിട്ടുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കമ്പനി ലോങ് ടൈം വ്യൂ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ശുഭാപ്തി വിശ്വാസമാണുള്ളത്. കമ്പനി നമുക്കറിയാം 2 തവണ ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ച കമ്പനിയാണ്. ശുഭാപ്തി വിശ്വാസം കൊണ്ടാണ് ഷെയർ ബൈബാക്ക് പ്രഖ്യാപിക്കുന്നത്. കമ്പനിയുടെ ഹയറിംഗ് തീരുമാനങ്ങളിൽ കുറവൊന്നും നടത്തുന്നില്ല. കമ്പനിക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഓർഡറുകളും കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട് എന്നുള്ളതാണ് TCSൻ്റെ CEO പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഏറ്റവും ട്രാഫിക്കുള്ള വെബ്സൈറ്റ് മാനേജ് ചെയ്യുന്നത് TCS ആണ്. IRCTC പോലെയുള്ള ട്രെയിൻ ടിക്കറ്റ് സൈറ്റ് ഉൾപ്പെടെ.
യൂണിയൻ ബാങ്കായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുള്ളത്, ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ 3000 കോടി രൂപ അവർ റൈസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സ്വാൻ എനർജി കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേസ്മെൻറ്റിലൂടെ 4000 കോടി രൂപ അവർ ക്യാപിറ്റൽ സമാഹരിക്കുകയാണ്. ABB ഇന്ത്യയുടെ റിസൾട്ട് വന്നു. നെറ്റ് പ്രോഫിറ്റ് 83% ഉയർന്ന് 345 രൂപ ഉയർന്നു. റവന്യൂ 2757 കോടി രൂപ ഉയർന്നു. ദേവയാനി ഇൻ്റർനാഷണൽ നമ്മുടെ നാട്ടിലെ KFC ചിക്കൻ്റെ പ്രൊമോട്ടേഴ്സാണ്. അപ്പോൾ ഇവരുടെ തന്നെ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് ദേവയാനി ഇൻ്റർനാഷണലിൻ്റെ 5% നിക്ഷേപം വിറ്റ് മാറുകയാണെന്നുള്ള ന്യൂസ് ശ്രദ്ധിക്കുക. തെർമാക്സ് കമ്പനി സൗത്ത് കൊറിയൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനിയായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. JOCL കോർപ്പറേഷൻ കമ്പനി ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പായിട്ടുള്ള ഹിന്ദുജ ക്യാപിറ്റൽ ഏകദേശം 1% നിക്ഷേപം കുറയ്ക്കുകയാണ് എന്നുള്ള ന്യൂസ്. അശോക് ലൈലാൻഡ് കമ്പനി ഇവർ പുതിയ ഒരു പ്ലാന്റ് തുടങ്ങുകയാണ്. ലക്നൗവിൽ 70 ഏക്കർ ലാൻഡ് അക്യൂർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്ലാന്റിൽ ഇലക്ട്രിക്കൽ വെഹിക്കിളാണ് ഉദ്ദേശിക്കുന്നത്. 2500 വെഹിക്കിൾ പ്രതിവർഷം നിർമ്മിക്കത്തക്കവണ്ണമുള്ള ഒരു പ്ലാന്റാണ് ഇവർ നിർമ്മിക്കുന്നത്. കൃഷ്ണ ഡിഫൻസ് കമ്പനി അവർക്ക് 8 കോടി രൂപയുടെ ഓർഡർ കിട്ടി. വരുമാൻ ഗ്ലോബൽ കമ്പനി ഇവർ ജോയിസ്റ്റ് ഇന്നോവേഷനായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 4 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സിയാൻ ഹെൽത്ത് കെയർ കമ്പനിക്ക് ഇന്ത്യൻ മെഡിക്കൽ ഡിവൈസ് ബ്യൂറോയുടെ ഭാഗത്തു നിന്ന് മെഡിസിൻസ് എല്ലാം തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു ഓർഡർ കിട്ടി. വരുൺ ബിവറേജസ് കമ്പനി നമ്മുടെ നാട്ടിലെ പെപ്സി എല്ലാം തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ അവർ ദുബായിലെ പെപ്സിക്കോ ഗ്രൂപ്പായിട്ട് ചിറ്റോസ് എന്ന് പറയുന്ന ഒരു സ്നാക്സ് ബ്രാൻഡ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ കമ്പനി ഇവർ ഉത്തർപ്രദേശിൽ ഒരു പുതിയ ഒരു പ്ലാന്റ് നിർമ്മിക്കാനായിട്ട് കമ്പനി ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ധാരണയായി. JR ഇൻഫ്ര പ്രൊജക്റ്റ് കമ്പനി 200 കോടി രൂപയുടെ ഓർഡർ ഈ ഒരു കമ്പനിക്ക് കിട്ടി. NTPC കമ്പനി ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഗവൺമെൻറ്റായിട്ട് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. ആന്ധ്രയിൽ ഗ്രീൻ ഹൈഡ്രജൻ പ്ലാന്റ് എല്ലാം തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇന്നത്തെ FNO ബാൻ, ഇന്നത്തെ ലോങ് ബിൽഡപ്പ്, ഷോർട്ട് ബിൽഡപ്പ്, ബ്രേക്കപ്പ് സ്റ്റോക്കുകളെല്ലാം അല്ലെങ്കിൽ IPO ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി ടാബിലെ ലിങ്കിൽ ഉണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. കൂടാതെ തന്നെ മാർക്കറ്റ് സമയത്ത് വാർത്തകൾ പരമാവധി നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലാണ് ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ സെർച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബുധനാഴ്ച ദിവസം ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി സ്ലൈറ്റ്ലി വോളറ്റിലിറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്ടേഷനോടെ മാർക്കറ്റിനെ സമീപിക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.